all to Lichus EduTips. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ജനറൽ ഇംഗ്ലീഷിൽ പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ചാണ്. യു നോ വാട്ട് ഈസ് പാർട്സ് ഓഫ് സ്പീച്ച്? വേർഡ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് കൈൻഡ്സ് ആർ കോൾഡ് വേർഡ്സ് ഓഫ് സ്പീച്ച് അല്ലേ. അതായത് ഓരോ വാക്കുകളെയും നമ്മൾ പല രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവയെ നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. ദർ ആർ 8 പാർട്സ് ഓഫ് സ്പീച്ച്. നമുക്ക് ഇംഗ്ലീഷിനകത്ത് നമുക്ക് പഠിക്കേണ്ടത് എത്രയാണ്? 8 പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പം ഈ 8 പാർട്സ് ഓഫ് സ്പീച്ച് ഏതൊക്കെയാണ്? നൗൺ, പ്രൊനൗൺ, അഡ്ജക്റ്റീവ്, വെർബ്, അഡ്വർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ ആൻഡ് ഇന്റർജെക്ഷൻ. ഇപ്പം ഇതിനകത്ത് തൽക്കാലം ഇന്റർജെക്ഷൻ പഠിക്കേണ്ട, ബാക്കിയെല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പം നൗൺ എന്താണെന്നറിയാം. നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നെയിമിംഗ് വേർഡ്സ് ആർ കോൾഡ് നൗൺ അല്ലെ. നെയിമിംഗ് വേർഡ്സ്, പേരായ ശബ്ദത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നൗൺ എന്ന് വിളിക്കുന്നത്. പ്രൊനൗൺ എന്താണ്? ഇൻസ്റ്റെഡ് ഓഫ് നൗൺ യു വി യൂസ് പ്രൊനൗൺ അല്ലെ. ഇൻസ്റ്റെഡ് ഓഫ് നൗൺ, നൗണിന് പകരം ഉപയോഗിക്കുന്നതാണ് എന്താ? പ്രൊനൗൺ. ദെൻ നെക്സ്റ്റ് അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ്സ് യൂസ്ഡ് ടു ആഡ് സംതിങ് അല്ലെ. വേർഡ് യൂസ്ഡ് ടു ആഡ് ദ മീനിങ് ഓഫ് സംതിങ്. ദാറ്റ് മീൻസ് ഒരു നൗണിൻ്റെ അർത്ഥത്തിനെ ഒന്ന് എന്താ പറയുന്നത്, അതിനെ ഒന്ന് പൊലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഒരു നൗണിനെ ഒന്ന് പൊലിപ്പിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്ന അഡ്ജക്റ്റീവ്. ദെൻ വെർബ്. വെർബ് നിങ്ങൾക്കറിയാം, ആക്ഷൻ വേർഡ്സ് ആർ കോൾഡ് വെർബ്. ദെൻ നെക്സ്റ്റ് അഡ്വർബ്. അഡ്ജക്റ്റീവ് നൗണിനെയാണ് ഒന്ന് ദ്യോതിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ അതുപോലെ വെർബിന് ഒരു സംതിങ് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും എക്സ്പ്രസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്താ? അഡ്വർബ്. ദെൻ പ്രിപ്പോസിഷൻ എന്താണ്? പ്രിപ്പോസിഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സെൻറ്റൻസിനകത്തെ 2 വാക്കുകളെ തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ആ വാക്കിനോട് ഇതിനായിട്ടുള്ള ഒരു ബന്ധം കുറിക്കുന്നതിനോ വേണ്ടി ഉപയോഗിക്കുന്ന ചെറിയ എന്താ പറയുന്ന വേർഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് എന്തെന്ന് പറയുന്നത്? പ്രിപ്പോസിഷൻ. ദെൻ കൺജങ്ഷൻ. കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 2 വാക്യങ്ങളെ തമ്മിലോ 2 വാക്കുകളെ തമ്മിലോ കൂട്ടി യോജിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് കൺജങ്ഷൻ. പിന്നെ ഇന്റർജെക്ഷൻ. ഇന്റർജെക്ഷൻ നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇന്റർജെക്ഷൻ നമുക്ക് പറയുവാണ്, നമുക്കുണ്ടാകുന്ന എന്തെങ്കിലും ഒരു സഡൻ വികാരങ്ങൾ അല്ലേ. ഓ നമ്മൾ പറയില്ലേ, ഓ ഹി ലോസ്റ്റ് ഇറ്റ് എന്നൊക്കെ നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് എന്താണ്? ഇത് ഇന്റർജെക്ഷനാണ്. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു വികാരങ്ങളെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പം നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇന്റർജെക്ഷൻ ആവശ്യമില്ല. നമുക്ക് എന്ത് വേണ്ടു? 1 മുതൽ 7 വരെയുള്ള ഈ പാർട്സ് ഓഫ് സ്പീച്ച് ആണ് പഠിക്കേണ്ടത്. സോ നമുക്ക് ആദ്യം തന്നെ നൗണിനെ കുറിച്ച് പഠിക്കാം. നൗൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നെയിമിംഗ് വേർഡ്സ് ആർ നോൺ ആസ് നൗൺസ്. എന്തിൻ്റെയെങ്കിലും പേരായ ശബ്ദത്തെ നമുക്ക് എന്ത് വിളിക്കാം? നൗൺ എന്ന് വിളിക്കാൻ പറ്റും അല്ലേ. അപ്പം ഇറ്റ് മേ ബി ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, തിങ് എക്സെട്ര. ചിലപ്പോൾ എന്തെങ്കിലും വസ്തുക്കളായിരിക്കാം, ഒരു വ്യക്തിയായിരിക്കാം, ഒരു സ്ഥലത്തിൻ്റെ പേരായിരിക്കാം. എന്തിൻ്റെയെങ്കിലും പേരായ ശബ്ദത്തെ നമുക്ക് എന്ത് വിളിക്കാം? നൗൺ എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, മഹാത്മാഗാന്ധി ഈസ് നോൺ ആസ് the father of our nation. The father of our nation. See, ഇവിടെ നമുക്ക് നൗൺ ഏതൊക്കെയാണ് വരുന്നത്? മഹാത്മാഗാന്ധി, ഇറ്റ്സ് എ നെയിം ഓഫ് എ പേഴ്സൺ. സോ എന്താണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്ന നൗൺ ആണ്. മഹാത്മാഗാന്ധി ഈസ് നോൺ ആസ് ദി ഫാദർ. ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അല്ലെ, നൗൺ ആണ്, പിതാവ്. ഫാദർ ഓഫ് അവർ നേഷൻ. നേഷൻ എന്താണ്? രാജ്യം എന്നാണ്. അപ്പം നൗൺ ആണ്. അതുപോലെ നമുക്ക് പറയാൻ സാധിക്കും ഫ്ലവർ അല്ലെ, പൂവ്, നൗൺ ആണ് വരുന്നത്. ദെൻ എറണാകുളം, ഇറ്റ് ഈസ് ദ നെയിം ഓഫ് എ പ്ലേസ്. ഇറ്റ് ഈസ് ദ നെയിം ഓഫ് എ പ്ലേസ്. സോ ഇറ്റ് ഈസ് നോൺ എന്താണ്? നൗൺ ആണ്. അപ്പം എന്തിൻ്റെയെങ്കിലും പേരായ ശബ്ദം അല്ലെങ്കിൽ വസ്തു അല്ലെ, റാറ്റ് ഒരു ജീവിയാണ്, ഇതെന്താണ്? നൗൺ ആണ്. അപ്പം ഇങ്ങനെ പേരായ ശബ്ദങ്ങളെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? നൗൺ എന്ന് വിളിക്കാൻ പറ്റും. ഇനി നൗണിനെ നമുക്ക് പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തേതായിട്ട് നമുക്ക് പഠിക്കാം എന്താ? കോമൺ നൗൺ. ഓക്കെ, കോമൺ നൗൺ. ദെൻ പിന്നെ എന്തുണ്ട്? കളക്റ്റീവ് നൗൺ. ദെൻ പ്രോപ്പർ നൗൺ. പിന്നെ ഏതാ വരുന്നത്? മെറ്റീരിയൽ നൗൺ. ദെൻ അബ്സ്ട്രാക്ട് നൗൺ. ഓക്കെ, ഇങ്ങനെ 5 ഇതായിട്ട് നമുക്ക് നൗണിനെ ഡിവൈഡ് ചെയ്യാം. കോമൺ നൗൺ, കളക്റ്റീവ് നൗൺ, പ്രോപ്പർ നൗൺ, മെറ്റീരിയൽ നൗൺ ആൻഡ് അബ്സ്ട്രാക്ട് നൗൺ. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രത്യേകത കൂടി പെട്ടെന്ന് പറഞ്ഞു പോകാം. ഫസ്റ്റ് വൺ ഈസ് പ്രോപ്പർ നൗൺ. എന്താണ് പ്രോപ്പർ നൗൺ? പ്രോപ്പർ നൗൺ ഈസ് ദ നെയിം ഓഫ് എ പെർട്ടിക്കുലർ പേഴ്സൺ, പ്ലേസ് ഓർ പെർട്ടിക്കുലർ തിങ്. അതായത് എന്തിൻ്റെയെങ്കിലും നമ്മൾ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന പേരായ ശബ്ദത്തെ നമുക്ക് എന്ത് വിളിക്കാം? പ്രോപ്പർ നൗൺ എന്ന് വിളിക്കാം.
ദാറ്റ് മീൻസ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ സ്പെസിഫിക് ഇൻഡിവിജ്വൽസ്. ഒരു പ്രത്യേക വസ്തുവിനെയോ പ്രത്യേക വ്യക്തിയെയോ പ്രത്യേക സ്ഥലത്തെയോ ഒക്കെ സൂചിപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തിനേയും പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നതാണ് എന്താ പ്രോപ്പർ നൗൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. സി, ലോട്ടസ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. ലോട്ടസ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. ഇതിന് നൗൺ ഏതൊക്കെയുണ്ട്? ലോട്ടസ് ഇറ്റ്സ് എ നെയിം ഓഫ് എ ഫ്ലവർ അല്ലേ, ഇറ്റ്സ് എ നെയിം ഓഫ് എ പെർട്ടിക്കുലർ ഫ്ലവർ. എന്തിൻ്റെ ഒരു പ്രത്യേക പുഷ്പമാണ് എന്ന് പറയുന്നത് ലോട്ടസ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. ഫ്ലവർ എന്ന് പറയുന്നത് എന്താണ്? നൗൺ ആണ്. പക്ഷെ നമ്മൾ പ്രോപ്പർ നൗൺ എന്താ പറയുന്നത്? എന്തിനെങ്കിലും പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ പ്രോപ്പർ നൗൺ. അപ്പം ലോട്ടസ് എന്ന് പറയുന്നത് ഒരുപാട് ടൈപ്പ് ഓഫ് ഫ്ലവർ ഉണ്ട്, അതിനകത്തൊരു പ്രത്യേക തരം പൂവാണ് ഇത് ലോട്ടസ്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം ജാസ്മിൻ അല്ലേ, മാരിഗോൾഡ്, റോസ് എന്നെല്ലാം പറയുന്നത് പ്രോപ്പർ നൗൺ ആണ്. അതേസമയം ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോപ്പർ നൗൺ അല്ല. മനസ്സിലായോ? അതിനെ നമുക്ക് കോമൺ നൗണിൻ്റെ കൂടെ പെടുത്താനേ പറ്റൂ. പൂക്കൾ എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള പൂക്കളുണ്ട്, അതിനകത്തൊരു പെർട്ടിക്കുലർ പൂവിനെ എടുത്തു പറഞ്ഞാൽ എന്തായി? അത് പ്രോപ്പർ നൗണായി. അപ്പോൾ ഇവിടെ ലോട്ടസ് എന്ന് പറയുന്നത് എന്താണ്? പ്രോപ്പർ നൗൺ ആണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പറയുവാണ് കൊച്ചിൻ ഈസ് എ മെട്രോപൊളിറ്റൻ സിറ്റി. കൊച്ചിൻ ഈസ് എ മെട്രോപൊളിറ്റൻ സിറ്റി. അപ്പോൾ ഇവിടെ സിറ്റി എന്ന് പറയുന്നത് നൗൺ ആണെന്ന് നമുക്കറിയാം. സിറ്റി ഒരു സ്ഥലമാണ്, നൗൺ ആണ് അല്ലേ, പട്ടണം എന്ന് പറയുമ്പോൾ. എന്നാൽ കൊച്ചിൻ എന്ന് പറയുന്ന ഒരുപാട് സിറ്റീസ് ഉണ്ട്, അതിനകത്ത് പെർട്ടിക്കുലർ ആയിട്ടൊരു സിറ്റി എടുത്ത് പറയുവാണ് ഇത് കൊച്ചിൻ. സോ കൊച്ചിൻ എന്ന് പറയുന്നത് എന്താണ്? പ്രോപ്പർ നൗൺ ആണ്. ഓക്കെ, അതുപോലെ തന്നെ അലാവുദ്ദീൻ ഖിൽജി was a great ruler. അലാവുദ്ദീൻ ഖിൽജി വാസ് എ ഗ്രേറ്റ് റൂളർ. റൂളർ ഭരണാധികാരി എന്ന് പറയുമ്പോൾ അത് നൗൺ ആണ്. എന്നാൽ അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുമ്പോൾ ഇത് നൗണും ആണ്. അറ്റ് ദ സെയിം ടൈം ഒരുപാട് ഭരണാധിപന്മാരിൽ ഒരു ഭരണാധിപനെ നമ്മൾ പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞതുകൊണ്ട് എന്താണ് അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത് എന്താ വരുന്നത്? പ്രോപ്പർ നൗൺ ആണ്. അപ്പോൾ ഇങ്ങനെ എന്തിനെങ്കിലും പ്രത്യേകമായിട്ട് നമ്മൾ എടുത്ത് സൂചിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർ നൗൺ ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും റോസ് വുഡ് അല്ലേ. റോസ് വുഡ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം ട്രീ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതെന്തായി? അത് പ്രോപ്പർ നൗൺ ആയി അല്ലേ. അതുപോലെ നമ്മൾ പറയുവാണ് എന്താ പറയുന്നത് റോസ് ഇറ്റ്സ് എ നെയിം ഓഫ് എ ഫ്ലവർ ആണ്, പക്ഷെ ഒരുപാട് പൂക്കളിൽ നിന്ന് ഒന്നാണ് എന്ത് റോസ്. ബനാന എന്ന് പറയുന്ന ഒരുപാട് ഫ്രൂട്ട്സിൽ ഒരു പെർട്ടിക്കുലർ ഫ്രൂട്ടിനെ പറയുന്നതാണ് ബനാന. അപ്പോൾ അതെന്തായി? അത് പ്രോപ്പർ നൗണായി. അപ്പം ഒരുപാട് എണ്ണത്തിൽ നിന്ന് ഒന്നിനെ നമ്മൾ പ്രത്യേകമായിട്ട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ അതെന്തായി? അത് പ്രോപ്പർ നൗണായി. സെക്കൻഡ് ടൈപ്പ് ഈസ് കോമൺ നൗൺ. കോമൺ നൗൺ പേര് കേൾക്കുമ്പോൾ തന്നെ പറയാം കോമൺ ആണ്, സാധാരണയാണ് അല്ലേ. അതായത് കോമൺ തിങ്സിനെ കുറിച്ച് പറയുന്നതാണ് എന്താ കോമൺ നൗൺ. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും ട്രീ. ഇറ്റ് ഈസ് നൗൺ അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് എ കോമൺ നൗൺ. കാരണം മരം എന്ന് പറയുമ്പം ഏത് മരമാണെന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. അതിനകത്തിപ്പോൾ നമ്മൾ പ്ലാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് പ്രോപ്പർ നൗണായി. അല്ലെങ്കിൽ മാവ് എന്ന് പറഞ്ഞാൽ അത് പ്രോപ്പർ നൗണായി. പക്ഷെ മരം എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് മരം എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല, അതൊരു നൗൺ ആണ്. അതായത് കോമൺ ആയിട്ട് ഒരുപാട് മരങ്ങൾ വരാം. സോ അതെന്താണ്? കോമൺ നൗൺ ആണ്. അതുപോലെ തന്നെ നമുക്ക് പറയാം ഫ്രൂട്ട്സ് അല്ലെ, പഴവർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏത് പഴവർഗ്ഗങ്ങൾ വേണേലും ആകാം. ഗ്രേപ്പ് ആവാം, ആപ്പിൾ ആവാം, ഓറഞ്ച് ആവാം, പപ്പായ ആവാം. സോ അപ്പോൾ എന്താണ്? ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് കോമൺ നൗൺ ആണ്. എന്നാൽ നമ്മൾ ഓറഞ്ച് എന്ന് പറയുമ്പോൾ എന്തായി? അത് പ്രോപ്പർ നൗൺ ആയിട്ട് മാറി അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആദ്യം എഴുതിയ ഒരു എക്സാമ്പിൾ ഇല്ലായിരുന്നോ, ലോട്ടസ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്ന് പറഞ്ഞു. ലോട്ടസ് പ്രോപ്പർ നൗൺ ആണ്, ഫ്ലവർ എന്താണ്? ഫ്ലവർ കോമൺ നൗൺ വരും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു കൊച്ചിൻ ഈസ് എ മെട്രോപൊളിറ്റൻ സിറ്റി പറഞ്ഞു. കൊച്ചിൻ എന്ന് പറയുന്ന പ്രോപ്പർ നൗൺ ആണ്. സിറ്റി എന്തിൽ വരും? കോമൺ നൗണിനകത്ത് വരും. അലാവുദ്ദീൻ ഖിൽജി വാസ് എ ഗ്രേറ്റ് റൂളർ എന്ന് ഞാൻ പറഞ്ഞു. അലാവുദ്ദീൻ ഖിൽജി എന്താണ്? പ്രോപ്പർ നൗൺ ആണ്. റൂളർ എന്ന് പറയുന്നത് എന്താണ്? അത് കോമൺ നൗൺ ആണ്. അപ്പോൾ കോമൺ ആയിട്ട് സൂചിപ്പിക്കുന്നതാണത് കോമൺ നൗൺ. ഇന്ത്യ ഈസ് എ ബിഗ് കൺട്രി അല്ല, ഇന്ത്യ ഈസ് എ ബിഗ് കൺട്രി. ഇന്ത്യ പ്രോപ്പർ നൗൺ, കൺട്രി കോമൺ നൗൺ. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ മഹാത്മാഗാന്ധി വാസ് ദ ആദ്യം പറഞ്ഞില്ലേ, മഹാത്മാഗാന്ധി ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് അവർ നേഷൻ. മഹാത്മാഗാന്ധി പ്രോപ്പർ നൗൺ ആണ്. നേഷൻ കോമൺ നൗൺ ആണ്. ഒരുപാട് രാജ്യങ്ങളുണ്ടായാലും ഏതോ ഒരു രാജ്യം എന്നല്ലേ പറയുന്നുള്ളൂ. അപ്പോൾ രാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കോമൺ നൗൺ ആണ്.
അപ്പോൾ ഇങ്ങനെ വരുന്ന ട്രീ, ഫ്രൂട്ട്സ്, ഫ്ലവർ എക്സെട്ര അല്ലേ. അതുപോലെ പ്ലേസ്, ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഏത് സ്ഥലമാണെന്ന് പറയുന്നില്ല. അപ്പോൾ അതെന്തിൽ വരും? അത് കോമൺ നൗൺ ആവും. അപ്പോൾ കോമൺ ആയിട്ട് പറയുന്ന എല്ലാം എന്തിലാണ് വരുന്നത്? കോമൺ നൗൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺസ് ആർ ദി നെയിം ഗിവൺ ടു എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, എ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ്, എ ഗ്രൂപ്പ് ഓഫ് തിങ്സ്. അതായത് ഏതെങ്കിലും വസ്തുക്കളുടെ കൂട്ടമാകാം, ഏതെങ്കിലും എന്താ പറയുന്നത് ആളുകളുടെ കൂട്ടമാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ മൃഗങ്ങളുടെ കൂട്ടമാകാം. ഇതിനെയൊക്കെ നമുക്ക് എന്ത് വിളിക്കും? കളക്റ്റീവ് നൗൺ. അതായത് ഒരേപോലെയുള്ള വസ്തു ആവാം, ആനിമൽ ആവാം, ഇതിൻ്റെയൊക്കെ കൂട്ടത്തെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ കളക്റ്റീവ് നൗൺ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, മർഡർ ഓഫ് ക്രോസ് അല്ലെ. കാക്കകൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പ്രത്യേക പക്ഷി വിഭാഗമാണ് ഇത്, കാക്കകൾ. അപ്പൊ ഈ കാക്കകളുടെ കൂട്ടത്തെ നമ്മൾ വിളിക്കുന്നതാണ് എന്താ? മർഡർ. അപ്പൊ മർഡർ എന്ന് പറയുന്നത് കാക്കകൾ മാത്രം അടങ്ങുന്ന ഒരു സമൂഹമാണ്. അപ്പം മർഡർ എന്താണ്? അത് കളക്റ്റീവ് നൗൺ ആണ്. അപ്പൊ അതുപോലെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് പ്രൈഡ് ഓഫ് ലയൺസ് അല്ലെ. ലയൺസിന്റെ കൂട്ടമാണ്. അപ്പൊ അതിനകത്ത് ലയൺ മാത്രമേ വരുന്നുള്ളൂ. സിംഹം എന്ന് പറയുന്ന പ്രത്യേക ജീവിവർഗം മാത്രമേ വരുന്നുള്ളൂ. അതിൻ്റെ കൂട്ടമാണ് എന്താ? പ്രൈഡ്. സോ പ്രൈഡ് എന്ന് പറയുന്നത് എന്താണ്? കളക്റ്റീവ് നൗൺ ആണ്. അതുപോലെ നമുക്ക് പറയാൻ പറ്റും ബ്രൂഡ് ഓഫ് ചിക്കൻസ് അല്ലേ. ചിക്കൻസ്, അതായത് കോഴികൾ മാത്രം, ആ ഒരു വിഭാഗം മാത്രം അടങ്ങുന്നതിൻ്റെ കൂട്ടമാണ് എന്തെന്ന് പറയുന്ന ബ്രൂഡ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു പ്രത്യേക വസ്തുവിൻ്റെയോ ഫോർ എക്സാമ്പിൾ വസ്തു പറയുകയാണെങ്കിൽ നമുക്കറിയാം ബഞ്ച് ഓഫ് കീസ്, താക്കോലുകൾ മാത്രമുള്ള കൂട്ടമാണ് എന്തെന്ന് പറയുന്ന ബഞ്ച് അല്ലെ. ബഞ്ച് ഓഫ് ബനാനാസ്, ഫ്രൂട്ട്സിന്റെ കേസിൽ നമ്മൾ എന്ത് പറയാറുണ്ട്? ബഞ്ച് പറയാറുണ്ട്. ബഞ്ച് ഓഫ് ഗ്രേപ്സ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സാധനത്തിന്റെ മാത്രം സമൂഹത്തെ അല്ലെങ്കിൽ ഗ്രൂപ്പിനെ നമ്മൾ പറയുന്നതാണ് എന്താ? കളക്റ്റീവ് നൗൺ. ഇപ്പൊ കളക്റ്റീവ് നൗണിന്റെ ഒരു ലിസ്റ്റ് ഞാൻ അങ്ങ് തന്നേക്കാം, അത് പഠിച്ചെടുക്കണം. നെക്സ്റ്റ് ഈസ് മെറ്റീരിയൽ നൗൺ. മെറ്റീരിയൽ നൗൺ ഈസ് ദ നെയിം ഓഫ് എ മെറ്റീരിയൽ ഓർ സബ്സ്റ്റൻസ് ഔട്ട് ഓഫ് വിച്ച് വി ക്യാൻ മേക്ക് ന്യൂ തിങ്സ് അല്ലെ. ഇറ്റ് ഈസ് എ നെയിം ഓഫ് എ മെറ്റീരിയൽ. എന്തെങ്കിലും ഒരു മെറ്റീരിയലിന്റെ പേരാവാം, അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് ആവാം, ഒരു വസ്തു ആകാം. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതെന്തായി? മെറ്റീരിയൽ നൗണായി. ഫോർ എക്സാമ്പിൾ അയൺ, ഇരുമ്പ്. ഇരുമ്പിൽ നിന്ന് നമ്മൾ പല രീതിയിലുള്ള വസ്തുക്കൾ ക്രിയേറ്റ് ചെയ്തെടുക്കാറുണ്ട്. സോ ഇരുമ്പ് അല്ലെങ്കിൽ അയൺ എന്ന് പറയുന്നത് എന്താണ്? മെറ്റീരിയൽ നൗൺ ആണ്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും മണ്ണ്. അതെന്താണ്? മെറ്റീരിയൽ നൗൺ ആണ്. മണ്ണിൽ നിന്ന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെ. അതുപോലെ നമുക്ക് പറയാൻ പറ്റും വാട്ടർ, വെള്ളം. എന്താണ്? മെറ്റീരിയൽ നൗൺ ആണ് അല്ലെ. ദെൻ കോള്, കൽക്കരി. എന്താണ്? മെറ്റീരിയൽ നൗൺ ആണ് അല്ലെ. പവർ ജനറേഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ യൂസ് ചെയ്യാറുണ്ട്, പല രീതിയിൽ നമ്മൾ ഇതിനെ യൂസ് ചെയ്യാറുണ്ട്. സോ കോൾ ഓഫ് കോഴ്സ് എന്താണ്? മെറ്റീരിയൽ നൗൺ ആണ്. അതുപോലെ തന്നെ ഗോൾഡ് അല്ലെ, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാറുണ്ട്, അത് മെറ്റീരിയൽ നൗൺ ആണ്. സിൽവർ മെറ്റീരിയൽ നൗൺ ആണ്. വാട്ടർ മെറ്റീരിയൽ നൗൺ ആണ്. ക്ലേ മെറ്റീരിയൽ നൗൺ ആണ് അല്ലെ. അപ്പോൾ നമുക്ക് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിൽ നിന്ന് പുതിയതായിട്ട് പല സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എന്തിൻ്റെ കൂടെയാണ് പെടുത്തുന്നത്? അതിനെ മെറ്റീരിയൽ നൗണിൻ്റെ കൂടെയാണ് പെടുത്തുന്നത്. നെക്സ്റ്റ് ഈസ് അബ്സ്ട്രാക്ട് നൗൺ. Abstract noun is the name of an abstract entity. That means we can't see and touch it. അല്ലേ? It is the name of an abstract entity. Abstract എന്ന് പറയുന്നത് കോൺക്രീറ്റിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അബ്സ്ട്രാക്റ്റ് ഓപ്പോസിറ്റ് കോൺക്രീറ്റ് ആണ്. അപ്പം അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ്യക്തമായിട്ടുള്ള എന്തോ ഒരു സംഭവമാണ്. നമുക്ക് അതിനെ തൊടാനോ അല്ലെങ്കിൽ നമ്മളുടെ കണ്ണുകൾ കൊണ്ട് കാണാനോ കഴിയാത്ത രീതിയിലുള്ള നൗൺ, അതാണ് എന്ന് പറയുന്ന അബ്സ്ട്രാക്ട് നൗൺ. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഹങ്കർ അല്ലേ. ഹങ്കർ എന്താണ്? ഹങ്കർ വിശപ്പാണ്. വിശപ്പ് എന്ന് പറയുന്നത് നൗണാണ്, അബ്സ്ട്രാക്ട് നൗണാണ്. പക്ഷെ നമ്മൾ ആരും വിശപ്പിനെ കണ്ടിട്ടില്ല, വിശപ്പിനെ തൊട്ട് അനുഭവിച്ചറിഞ്ഞിട്ടില്ല അല്ലേ. അപ്പം നമുക്ക് കാണാനോ തൊടാനോ പറ്റാത്തത് ലവ് അല്ലേ, സ്നേഹം എന്താണെന്ന് നമ്മളിങ്ങനെ പറഞ്ഞറിയാന്നല്ല, നമ്മളാരും കണ്ടിട്ടില്ല തൊട്ടിട്ടില്ല. അതെന്താണ്? അത് അബ്സ്ട്രാക്ട് നൗൺ ആണ്. വിസ്ഡം അറിവ് അല്ലെ. അറിവ് എന്ന് പറയുന്ന സാധനം നമ്മൾ കണ്ടിട്ടില്ല തൊട്ടിട്ടില്ല. അതെന്താണ്? അബ്സ്ട്രാക്ട് നൗണിനകത്ത് വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് ആങ്കർ അല്ലെ, ദേഷ്യം. ഇതെന്താണ്? ഇത് അബ്സ്ട്രാക്ട് നൗണിനകത്ത് വരുന്നതാണ്. ദെൻ ചൈൽഡ്ഹുഡ്, ഇതൊരു അവസ്ഥയാണെന്ന് മാത്രം നമുക്കറിയാം. കുട്ടിക്കാലം എന്ന് പറയുന്ന ഒരു സാധനത്തെ നമ്മൾ കണ്ടിട്ടുമില്ല തൊട്ടിട്ടുമില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് കാണാനും തൊടാനും കഴിയാത്ത രീതിയിലുള്ള നൗൺസ് അല്ലേ. അതുപോലെ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് ഇത്
എയർ അല്ലേ, വായു എന്ന് നമ്മൾ പറയുന്നതേ ഉള്ളൂ. നമ്മളതിനെ ഇതുവരെ തൊട്ട് അനുഭവിച്ചറിഞ്ഞിട്ടില്ല. ചൂടാണോ തണുപ്പാണോ എന്താണെന്ന് നമുക്കതിന് തൊട്ട് നമ്മൾ നോക്കിയിട്ടില്ല. അതേസമയം ഇപ്പം നമ്മൾ ഒരു മെറ്റീരിയൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഇരുമ്പ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ നമ്മൾ തൊട്ട് നോക്കിയിട്ടുണ്ട്, വെള്ളം എന്ന് പറയുന്ന മെറ്റീരിയൽ നമ്മൾ തൊട്ടിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. കൽക്കരി നമുക്ക് കാണാൻ സാധിക്കും, തൊടാൻ സാധിക്കും. പക്ഷെ ഇവിടെ എന്താണ്, ഇതിനെ ഒന്നും നമുക്ക് കാണാനോ തൊടാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള ഈ നൗൺസിനെ നമുക്ക് വിളിക്കാം എന്താ, അബ്സ്ട്രാക്ട് നൗൺ. ഓക്കെ, ഇപ്പം മെയിനായിട്ട് നമുക്കിങ്ങനെ 5 രീതിയിലുള്ള നൗൺസ് ആണുള്ളത്. അപ്പോൾ ഈ നൗൺസിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ച ഈ 5 ടൈപ്പ് നൗൺ മനസ്സിലാക്കുക. ഒരു വേർഡ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നൗൺ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ ഏത് നൗൺ ആണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ മാത്രമായിട്ട് ഇവിടെ പഠിച്ചെടുക്കുക. ഓക്കെ, അപ്പം നൗൺ നമ്മളിവിടെ കംപ്ലീറ്റ് ആയി.